ഹലോ ഗൈസ്, എല്ലാവർക്കും ARP വ്ളോഗ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒത്തിരി നാളായില്ലേ കുക്കിംഗ് വീഡിയോസായിട്ടൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നിട്ടൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ബ്രൊക്കോളി പനീർ റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് നമുക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് വരാം. ഞാനിവിടെ പനീർ എടുക്കുന്നുണ്ട് കേട്ടോ. പനീർ അതുപോലെ തന്നെ ബട്ടർ എടുക്കുന്നുണ്ട്. നമ്മൾ എണ്ണയിലല്ല ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്, ബട്ടറിലാണ് കേട്ടോ. അപ്പോൾ പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രൊക്കോളിയാണ്. ബ്രൊക്കോളിയെ നമ്മളിതാ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ. ചെറുതായിട്ടെല്ലാം മുറിച്ചെടുത്തതിന് ശേഷം ബ്രൊക്കോളിയെ നന്നായിട്ട് കഴുകിയെടുക്കും. അതിന് ശേഷം നല്ല തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണം കേട്ടോ. എന്തിനാ തിളച്ച വെള്ളത്തിലിട്ട് വയ്ക്കണേന്ന് വെച്ചാൽ ഇതിൽ എന്തെങ്കിലും അഴുക്കോ പുഴുകളോ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളമൊക്കെ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് ഈ ബ്രൊക്കോളി ഒന്ന് മുക്കി വയ്ക്കാം കേട്ടോ. അപ്പോൾ ബ്രൊക്കോളി മുങ്ങി ഇരിക്കുന്ന ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വെള്ളത്തിൽ ബ്രൊക്കോളിയൊക്കെ ഇട്ട് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ക്യാപ്സിക്കും സവാളയും അതുപോലെ തന്നെ ക്യാരറ്റും ആവശ്യമാണ് കേട്ടോ. അതാ ഇതേ സൈസിലാണ് കേട്ടോ, ഒരുപാട് വലിയ സൈസിലല്ല, ചെറിയ സൈസിലൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനും ശേഷം നമുക്ക് എത്രത്തോളം ആണോ പനീർ ആവശ്യം ആ പനീർ എടുത്തിട്ട് അതിലെല്ലാ പൊടികളും നമ്മൾ ഇട്ട് കൊടുക്കുന്നു. മല്ലിപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പൊടിയൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനിടാം, ഓവർ പൊടി ഇടേണ്ട ആവശ്യമില്ല. എന്നിട്ട് വെള്ളം ഒഴിച്ചൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമുക്ക് ബ്രൊക്കോളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി നല്ലൊരു ചീനിച്ചട്ടി അടുപ്പത്തോട്ട് വയ്ക്കാം. അതിലേക്ക് നമ്മൾ ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ബട്ടറിലാണ് എല്ലാം ചെയ്യുന്നത്. ഈ ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിച്ചാണ് ഉപ്പിടാൻ. ഉപ്പുള്ള ബട്ടർ എടുക്കുമ്പോൾ സൂക്ഷിച്ചാണ് ഉപ്പിടാൻ. അപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചു വെച്ചതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മൾ ആദ്യം സവാള ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റും. അതിൻ്റെ തൊട്ട് പിറകെ ക്യാരറ്റ്, ക്യാപ്സിക്കം എല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഒരുപാട് നേരം അടച്ച് വെച്ച് വേവിക്കേണ്ട. ഒരു 5 മിനിറ്റ് വച്ചതിന് ശേഷം നമുക്ക് ബ്രൊക്കോളിയും കൂടി ഇട്ട് കൊടുക്കാം. ബ്രൊക്കോളി നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്തതാണ് കേട്ടോ. പിന്നെ ബ്രൊക്കോളി ഇട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. അതിന് മുമ്പ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണം ആവശ്യത്തിന്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ബട്ടറിൽ ഉപ്പുള്ളത് കൊണ്ട് ഞാൻ ശകല ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്നിങ്ങനെ സോട്ട് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കാം. ആ ടൈം കൊണ്ട് നമുക്ക് പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പം നമ്മൾ കുറച്ച് ബട്ടർ ഇതുപോലത്തെ ഒരു ചീനിച്ചട്ടിയിൽ ഒഴിച്ചിട്ട് ഇതാ പുരട്ടി വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റത്തോളം നമ്മൾ പുരട്ടി വെച്ചതാണ് കേട്ടോ. പുരട്ടി വെച്ച് പനീർ ഇട്ട് കൊടുക്കാം. നമ്മൾ അടുത്ത പാനിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഈ ബ്രൊക്കോളിയൊക്കെ ഒരുവിധം സോട്ടായി വന്നതിലേക്ക് നമ്മൾ ശകലം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഇട്ട് കൊടുക്കണ്ട. പിന്നെ ശകലം കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിനൊന്ന് അടച്ചു വയ്ക്കാം. ആ ടൈം കൊണ്ട് നമ്മൾ പനീർ ഒരുവിധം ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ആ പനീർ നമ്മൾ വറുത്ത് കോരിയത് ഈ ഒരു മിക്സിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് കിണ്ടി കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ബ്രൊക്കോളി പനീർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം കേട്ടോ. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാം, അതും അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഈ റെസിപ്പി വന്നിട്ട്, ഹെൽത്തിയുമാണ്. ഇത് ഡയറ്റർക്ക് കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് വയറിനൊക്കെ നല്ലൊരു ഫില്ലിംഗ് ആണ്. ഡയറ്റർക്ക് മാത്രമല്ല എല്ലാവർക്കും ഒരുപോലെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. ഇപ്പോൾ ഈ വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്തവർക്ക് നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൊടുത്തു നോക്കുക, എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മളുടെ ഈ റെസിപ്പി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ കുട്ടി ചാനൽ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.